ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥലയിൽ ഒട്ടേറെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നും ആ മൃതദേഹങ്ങൾ പലതും താൻ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുമുള്ള പൂർവ്വ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ധർമ്മസ്ഥലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന തീർത്ഥാടന കേന്ദ്രത്തെ ചുറ്റിപ്പറ്റിയാണ് പ്രധാനമായും ആരോപണങ്ങൾ ഉയരുന്നത്. 1995 മുതൽ 2014 വരെയുള്ള കാലയളവിൽ കർണാടക ധർമ്മസ്ഥല പ്രദേശത്ത് മാത്രം അസ്വാഭാവികമായി മരണപ്പെട്ടവർ 600-ൽ അധികമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും യുവതികളും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമാണ്. 2012 ഒക്ടോബർ 9-ന് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട PU കോളേജ് വിദ്യാർത്ഥി സൗജന്യയുടെ കൊലപാതകത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു. കോളേജ് വിട്ട് വീട്ടിലേക്ക് നടന്നു വരികയായിരുന്ന പെൺകുട്ടിയെ ഇടവഴിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി ക്രൂരമായ ലൈംഗിക അതിക്രമത്തിനിരയാക്കി കൊലപ്പെടുത്തിയതിനു ശേഷം വനത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് വീട്ടുകാരും നാട്ടുകാരും നടത്തിയ തിരച്ചിലിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കേസന്വേഷണത്തിന്റെ ഭാഗമായി സൗജന്യ വധക്കേസിൽ ഒരാളെ പിടികൂടിയെങ്കിലും ഇയാൾ യഥാർത്ഥ കുറ്റവാളിയല്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ 7 വർഷത്തെ ശിക്ഷകൾക്ക് ശേഷം കോടതി വെറുതെ വിടുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഇയാൾ നിരപരാധിയാണെന്നും യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് സൗജന്യയുടെ കുടുംബവും സമരസമിതിയും രംഗത്തെത്തി. പക്ഷേ കൃത്യമായി അന്വേഷണം നടത്താനോ പ്രതികളെ പിടികൂടാനോ പോലീസിന് സാധിച്ചില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സാഹചര്യ തെളിവുകളും അവഗണിച്ച് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുകയാണ് പോലീസ് ചെയ്തത് എന്നാണ് ആരോപണം. സൗജന്യയ്ക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് സമരങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് നേത്രാവതി സ്നാനഘട്ടത്തിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുണ്ടായത്. ദിവസങ്ങൾക്ക് മുൻപാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി രംഗത്തെത്തുന്നത്. 1998-നും 2014-നും ഇടയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കത്തിച്ച് കുഴിച്ചു മൂടിയെന്നായിരുന്നു വെളിപ്പെടുത്തൽ. സ്കൂൾ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ധർമ്മസ്ഥലയിലെയും പരിസര പ്രദേശങ്ങളിലെയും ബലാത്സംഗത്തിനിരയായ സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങളാണ് കത്തിച്ച് കുഴിച്ചു മൂടിയത് എന്നാണ് ഇയാൾ ദക്ഷിണ കന്നഡ പോലീസിനോട് പറഞ്ഞത്. തന്റെ വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തരുത് എന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം തനിക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയതിന്റെ ചില ഫോട്ടോകളും അദ്ദേഹം പോലീസിന് കൈമാറി. സംഭവത്തിൽ പശ്ചാത്താപം തോന്നിയതുകൊണ്ടും ഇരകൾക്ക് നീതി ലഭിക്കണം എന്നതുകൊണ്ടുമാണ് ഇപ്പോൾ ഇക്കാര്യം തുറന്നു പറയുന്നത് എന്നാണ് ഇയാൾ പോലീസിനോട് വ്യക്തമാക്കിയത്. മരിച്ചവരിൽ ഭൂരിഭാഗം പേരും ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുണ്ട്. പലരെയും അടിവസ്ത്രങ്ങൾ ഇല്ലാതെയും സ്വകാര്യ ഭാഗങ്ങളിൽ വലിയ മുറിവുകളുമായാണ് കണ്ടെത്തിയത് എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സംശയങ്ങൾക്ക് കാരണമായത്. തന്നെ ഭീഷണിപ്പെടുത്തിയാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്യിപ്പിച്ചത് എന്ന് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇയാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ധർമ്മസ്ഥലയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ തലയോട്ടികളും മറ്റവശിഷ്ടങ്ങളും കണ്ടെത്തി. ഇവ ബെൽത്തങ്ങാടി കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. അതേസമയം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ വെളിപ്പെടുത്തിയ കൃത്യസ്ഥലത്ത് പരിശോധനകൾ ഒന്നും ആരംഭിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. സംഭവത്തിൽ മലയാളി സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ടാകാമെന്ന സംശയം ശക്തിപ്പെടുകയാണ്. കാരണം കാസർഗോട്ടുകാരായ ഒട്ടനവധി മലയാളികൾ ധർമ്മസ്ഥലയിലേക്ക് പോകുന്നവരാണ്. അങ്ങോട്ടേക്ക് പോവുകയും പിന്നീട് കാണാതാവുകയും ചെയ്ത ചില മലയാളി പെൺകുട്ടികളെ കുറിച്ച് കാസർഗോഡ് പോലീസിന് സൂചനകൾ ഉണ്ടെന്നാണ് അറിവ്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തേക്ക് വന്നേക്കുമെന്നാണ് സൂചന. എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇപ്പോഴും പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വിടാനോ പോലീസ് തയ്യാറായിട്ടില്ല. ഇതോടെ കർണാടകയിലെ വനിതാ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടു. ഈ കൊലപാതക പരമ്പരയിലെ വാസ്തവം പുറത്തു വരണം എന്ന് ആവശ്യപ്പെട്ട് ധർമ്മസ്ഥലയിൽ ആക്ഷൻ കമ്മിറ്റി തന്നെ രൂപീകരിച്ച് പൊതുജനം രംഗത്തിറങ്ങിയിരിക്കുകയുമാണ്. ധർമ്മസ്ഥലയിൽ തീർത്ഥാടനത്തിനായി എത്തുന്ന സ്ത്രീകൾ, ലോഡ്ജിൽ മുറിയെടുക്കുന്നവർ, ഓട്ടോയിൽ നിന്ന് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നവർ, സ്കൂൾ വിട്ട് ഇടവഴിയിലൂടെ നടന്നു പോകുന്ന പെൺകുട്ടികൾ എന്നിവരാണ് അതിക്രമത്തിന് ഇരയായവരിൽ അധികവുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ പലരുടെയും മൃതദേഹം വനപ്രദേശങ്ങളിൽ നിന്നും നേത്രാവതി പുഴയുടെ തീരത്തു നിന്നുമാണ് കണ്ടെടുത്തിട്ടുള്ളത്. സ്ത്രീകളിൽ പലരും ക്രൂരമായ ലൈംഗികാതിക്രമത്തിന് ഇരയായി കൊല്ലപ്പെട്ടുവെന്നാണ് കണ്ടെത്തൽ. പക്ഷേ കൊലപാതകങ്ങളിലും അസ്വാഭാവിക മരണങ്ങളിലും കൃത്യമായ അന്വേഷണം നടത്തുന്നതിനോ പ്രതികളെ കണ്ടെത്തുന്നതിനോ പോലീസിനോ നിയമ സംവിധാനങ്ങൾക്കോ കഴിയാതെ പോയതാണ് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ മുൻ ശുചീകരണ തൊഴിലാളികളുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു സാധാ ദളിത് കുടുംബത്തിലെ അംഗമാണ് താൻ. 1995 മുതൽ 2014 ഡിസംബർ വരെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് കീഴിൽ ഒരു ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു. അതിനു മുൻപ്
അതിന്റെ പരിസര പ്രദേശങ്ങളിലും ഈ ജോലി ചെയ്തു. ആരംഭകാലത്ത് ആ ഭാഗത്ത് നിരവധി മൃതദേഹങ്ങൾ കാണുകയുണ്ടായി. അതെല്ലാം ആത്മഹത്യ ചെയ്തതോ അപകട മരണങ്ങളോ ആണെന്നാണ് കരുതിയത്. മിക്ക മൃതദേഹങ്ങളും സ്ത്രീകളുടേതായിരുന്നു. ഒന്നിനും വസ്ത്രങ്ങൾ ഇല്ലായിരുന്നു. ചില മൃതദേഹങ്ങളിൽ ലൈംഗികാതിക്രമത്തിന്റെയും കഴുത്ത് ഞെരിച്ചതിന്റെയും മറ്റു മുറിവുകളുടെയും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. 1998 എന്റെ സൂപ്പർവൈസർ മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ വിസമ്മതിക്കുകയും പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയുകയും ചെയ്തു. അതോടെ ഞാൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. താൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് തെളിയിക്കാൻ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ പുറത്തെടുക്കാൻ പോലീസിനോടും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാനസിക സമ്മർദ്ദം മൂലം 11 വർഷം മുൻപ് കുടുംബത്തോടൊപ്പം ധർമ്മസ്ഥല വിട്ടതായും ദിവസവും കൊല്ലപ്പെടുമെന്ന ഭയം തന്നെ വേട്ടയാടിയതായും അദ്ദേഹം പറയുന്നു. പ്രതികൾ ധർമ്മസ്ഥല ക്ഷേത്ര ഭരണസമിതിയുമായും മറ്റ് ജീവനക്കാരുമായും ബന്ധപ്പെട്ടവരാണ്. മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അവർ തന്നെ ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പ്രതികൾ വളരെ സ്വാധീനമുള്ളവരാണ്. അവരെ എതിർക്കുന്നവരെ കൊലപ്പെടുത്തും. എനിക്കും എൻ്റെ കുടുംബത്തിനും സംരക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരുകളും അവരുടെ പങ്കും വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. നുണ പരിശോധനയ്ക്ക് വിധേയനാകാനും താൻ തയ്യാറാണ് എന്നും അദ്ദേഹം പോലീസിനോട് വ്യക്തമാക്കി. 2010 കല്ലേരിയിൽ ഒരു പെട്രോൾ പമ്പിന് 500 മീറ്റർ അകലെ 12നും 15നും ഇടയിൽ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവൾ സ്കൂൾ യൂണിഫോം ധരിച്ചിരുന്നു. അവളുടെ പാവാടിയും അടിവസ്ത്രവും കാണാനില്ല. ലൈംഗികാതിക്രമത്തിന്റെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെയും പാടുകൾ ഉണ്ടായിരുന്നു. ഒരു കുഴി കുഴിച്ച് സ്കൂൾ ബാഗിനൊപ്പം കുഴിച്ചിടാൻ തന്നോട് ആവശ്യപ്പെട്ടു. മറ്റൊരു 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മുഖം ആസിഡ് ഒഴിച്ച് കത്തിച്ച നിലയിലായിരുന്നു. മൃതദേഹങ്ങളിൽ പലതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടേതായിരുന്നു. ധർമ്മസ്ഥല പ്രദേശത്ത് വീടില്ലാത്തവരെയും യാചകരെയും കൊലപ്പെടുത്തിയതിനും താൻ സാക്ഷിയായിരുന്നു. നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ തന്നെ നിർബന്ധിച്ചു. അവയിൽ ചിലത് കത്തിച്ചു കളഞ്ഞു. 2014 തന്റെ കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളിൽ ഒരാളെ സൂപ്പർവൈസറിന് അറിയാവുന്ന ഒരാൾ ലൈംഗികമായി പീഡിപ്പിച്ചു. ഇതിന് പിന്നാലെ തങ്ങൾ ധർമ്മസ്ഥലയിൽ നിന്നും രക്ഷപ്പെട്ടു. അയൽ സംസ്ഥാനത്ത് താമസിക്കുന്ന തങ്ങൾ സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്താതെയും ഇടയ്ക്കിടെ വീട് മാറിയുമാണ് താമസിക്കുന്നത്. മരിച്ചവരെയും കൊലപാതകികളെയും കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇതെല്ലാം വെളിപ്പെടുത്തുന്നത്. പോലീസുമായി പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറാണ് എന്നും ആ മുൻ ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.